സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പരമേശ്വരൻ വരണും കൂടി വീട്ടിലെ തിരിച്ചെത്തുവാണ് കേട്ടോ. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുന്നത് വരൺ ചോദിക്കണേ, അല്ല മുത്തശ്ശി, രാധിക എവിടെ? ഈ സമയം മുത്തശ്ശിയും പത്മിനി അവിടെ ഉണ്ടാകും കേട്ടോ. അന്നേരം പത്മിനി പറയണേ, രാധിക ഫിദ മാഡത്തെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ പോയതേ ഉള്ളൂ. അത് കേൾക്കുന്നതും പരമേശ്വരൻ ചോദിക്കണേ, ഫിദ മാഡോ? നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, പിന്നെന്തിനാ അങ്ങനെ ഒരു പറച്ചിലിനി? പരമേശ്വരൻ്റെ ആ മറുപടി കേട്ടിട്ട് പത്മിനിയും മുത്തശ്ശിയും ഒന്ന് അന്തം വിട്ട് നിൽക്കുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, വരുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും ഈ വരുണിനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. നമ്മുടെ രാധികയുടെ ജന്മരഹസ്യത്തിന് പിന്നിൽ ഇത്ര വലിയ കഥകളുണ്ടായിന്ന് ആലോചിച്ചപ്പോൾ അത്ഭുതം തോന്നിപ്പോകുക. ഇത്രയും ഉന്നതമായിട്ടുള്ളൊരു ജന്മമായിരുന്നല്ലോ ആ കുട്ടിയുടേത്. അന്നേരം പത്മിനി പറയണേ, അതേ പരമേശ്വരേട്ടാ, ഞാനും ഇന്നല്ലേ അറിഞ്ഞത്. ഇവിടെ നിൽക്കുന്ന രണ്ടാൾക്കുണ്ടല്ലോ, ഇതൊക്കെ വളരെ മുമ്പേ അറിയായിരുന്നു, എന്നിട്ട് നമ്മളോടത് പറഞ്ഞില്ലല്ലോ. അന്നേരം വരുൺ പറയണേ, എൻ്റെ അമ്മേ, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടല്ലേ. ഞങ്ങളറിഞ്ഞ സമയത്ത് തന്നെ രാധികയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് അയാളുടെ അമ്മേനെ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എല്ലാർത്ഥത്തിലും അയാളുടെ അമ്മേനെ ഉൾക്കൊള്ളുന്ന അതേ സമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് തീരുമാനിച്ചത്. ഞങ്ങൾ മാത്രമല്ല, ശ്യാമ മാഡത്തിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടിപ്പോൾ എന്താ, കാത്തിരുന്ന ദിവസം വന്നെത്തിയില്ലേ? സത്യം പറഞ്ഞാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ പറയാനായിട്ട് ഉള്ളി കിടന്ന് പിടക്കുമായിരുന്നു. കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ, അല്ലേ മുത്തശ്ശി? അത് തന്നെ. എന്താണെങ്കിലും ഇപ്പോൾ രാധിക മോള് അവളുടെ അമ്മയുടെ അരികിലേക്കാണല്ലോ പോയിരിക്കുന്നത്, ശ്യാമയുടെ അരികിലേക്ക്. രണ്ടുപേരും എല്ലാം പറഞ്ഞു തീർത്ത് പരസ്പരം ഒന്നായി കാണും. അമ്മയും മോളും തമ്മിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നേരി കാണുകയും പരസ്പരം എല്ലാം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്യുക. രാധിക മോൾക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അവരൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, സത്യം പറയാലോ, രാധികമ്മയുടെ സ്വഭാവം കണ്ടപ്പോൾ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് അത് ദേവനാരായണ തിരുമേനെപ്പോലെ ആള് വളർത്തി വലുതാക്കിയതിൻ്റെ ഗുണമായിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത്, അതിലും എത്രയോ വലിയ ഉന്നതമായൊരു ജന്മമാണ് രാധികമ്മളുടേത്. ശ്യാമയല്ലേ അവളുടെ അമ്മ? പ്രശസ്ത ഗായിക ശ്യാമയുടെ മകളല്ലേ നമ്മുടെ രാധിക? ഇപ്പോൾ അത് നമുക്കൊരു അഭിമാനമല്ലേ? ഒത്തിരി വിഷമത്തിലല്ലേ ഇത്ര നാൾ ആ കുട്ടി. ഇനിയെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ, അവൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കട്ടെ. അത് കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ രാധിക അവിടെ തിരിച്ചെത്തുന്നത്. അങ്ങനെ കാറിൻ്റെ വെച്ച് കേൾക്കുന്നതും വരൺ പറയണേ, രാധിക എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ അവരെല്ലാവരും രാധികയെ പ്രതീക്ഷിച്ചവിടെ നിൽക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കേറി വരുവാണ്. അങ്ങനെ രാധികയുടെ മട്ടും ഭാവവും കരച്ചിലൊക്കെ കൊണ്ട് എല്ലാവരും എന്ത് പറ്റിയെന്നറിയാതെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ. രാധിക അങ്ങനെ അകത്തേക്ക് പോകാൻ തുടങ്ങുക. ഈ സമയം വരുൺ രാധിക തടയുക. എടോ രാധിക, എന്താ പറ്റിയത്? എന്താ തനിക്ക് സംഭവിച്ചത്? എന്നാൽ രാധിക ഒന്നും പറയാതെ റൂമിലേക്ക് ഓടി പോകുവാണ് കേട്ടോ. അന്നേരം പത്മിനി ടെൻഷനോട് കൂടി ചോദിക്കണേ, മോൾക്ക് ഇതെന്ത് പറ്റി? ഞങ്ങൾ എഴുതിയത് മോൾ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കും അമ്മയുടെ അരികിൽ നിന്ന് വരിക എന്നാ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? വരണേ, നീ ഒന്ന് മോളുടെ അരികിലേക്ക് ചെല്ല്. അന്നേരം പരമേശ്വരൻ പറയണേ, വേണ്ട, തൽക്കാലം മോളിപ്പോൾ ഒറ്റയ്ക്കിരിക്കട്ടെ. എത്രയൊക്കെ തന്നെ പറഞ്ഞാലും ഇത്ര നാളുകൾക്ക് ശേഷം തൻ്റെ അമ്മയാരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കണ്ടുമുട്ടിയതല്ലേ. അത് ചിലപ്പോൾ രാധികയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ളൊരു ഷോക്ക് കൊടുത്തു കാണും. അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ ആയിരിക്കും. അത് പതിയെ അങ്ങ് മാറിക്കോളും. കുറച്ച് നേരം രാധിക മോളെ നമുക്ക് ഒറ്റയ്ക്ക് വിടാം. അവൾക്ക് ഇത്ര നാൾ ഉള്ളിലൊടിക്കാൻ സങ്കടമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് കരഞ്ഞു തീർക്കട്ടെ. മോനെ, എന്നാൽ നീ ശ്യാമമ്മയടുത്തൊന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ അവരൻ ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പരമേശ്വരൻ പറയണേ, വേണ്ട, അവരെയും ഇപ്പോൾ വിളിക്കണ്ട. ശ്യാമമ്മയുടെയും രാധികയുടെ ഈ അവസ്ഥയിൽ തന്നെയായിരിക്കും. തൽക്കാലം കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി വരണേ, ശരിയാ വരണേ, അങ്ങനെ ചെയ്യാം. എന്താണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ നീ രാധികയുടെ അരികിലേക്ക് ചെല്ല്. എത്രയൊക്കെ തന്നെ പറഞ്ഞാലും അവളുടെ മനസ്സിലുള്ള സങ്കടമൊക്കെ തുറന്നു വെക്കാൻ അവൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നീ ചെന്ന് മോളോ ഒന്ന് ആശ്വസിപ്പിക്കണം. പിന്നീട് കാണിക്കുന്നത് അമൃതേനെ കേട്ടോ. അമൃത അങ്ങനെ ശ്യാമയുടെ റൂമിലേക്ക് വന്ന് നോക്കുവാണ്. അവിടെയെങ്ങും ശ്യാമയെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ടെൻഷനോട് കൂടി അമൃത ശ്യാമയെ അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ശ്യാമ ഇരിക്കുന്നത് കാണുന്നത്. അത് ശരി, ശ്യാമ ഇവിടെ വന്നിരിക്കുമായിരുന്നോ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചു? ഈ സമയം ശ്യാമ പറയണേ, ഞാൻ എൻ്റെ അഖിൽ സാറിനോട് പറയുമായിരുന്നു, ഇത്ര നാൾ ഞാൻ ഒരേ പ്രതീക്ഷയല്ല ജീവിച്ചത്. എൻ്റെ മോള് അവളെന്നിലേക്ക് വരുമെന്ന്, എന്നെ സന്തോഷിപ്പിക്കുമെന്ന്, എൻ്റെ സ്നേഹത്തോടെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന്. എന്നാൽ അതെല്ലാം നഷ്ടമായില്ല ഏട്ടത്തി. അവൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കുമെന്നല്ല ഞാൻ ഇത്ര നാൾ വിചാരിച്ചത്. അങ്ങനെയുള്ള അവസാന പ്രതീക്ഷയും കൂടി എന്നിൽ നിന്ന് മാഞ്ഞു പോയില്ല ഏട്ടത്തി. അവളെൻ്റെ മുഖത്ത് നോക്കി ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ, എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന്. എന്നെ അവൾ ഒരിക്കലും അവളുടെ അമ്മയായിട്ട് അംഗീകരിക്കില്ലെന്ന്. പിന്നെ എന്തിനായിട്ടത് ഞാൻ എൻ്റെ ജീവിച്ചിരിക്കുന്നത്? എന്തിനാകിൽ സാർ എന്നെ ഇങ്ങനെ ബാക്കിയാക്കി വെച്ചിരിക്കുന്നത്? എന്നെയും കൂടി സാറിൻ്റെ അരികിലേക്ക് വിളിച്ചൂടെ? ശ്യാമേ, നീ ഇങ്ങനെ തളരല്ലേ. മോളങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ ഷോക്കിലല്ലേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. രാധികയുടെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതല്ലേ. അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്.
എന്താണെങ്കിലും അവളുടെ മനസ്സിലെ ചിന്ത ഇത് തന്നെയായിരിക്കും. ഇപ്പം നിന്നെ നിഷേധിച്ച് പോയെന്നിരിക്കും, പക്ഷേ അവളുടെ അമ്മയുടെ ഇരിക്കുന്ന പോയത് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട്. ഫിദേനെ അമ്മയായി കൊണ്ട് സ്നേഹിച്ച കുട്ടി അവള്. യശോദേനെ പെറ്റമ്മയെ പോലെ കണ്ടതാ രാധിക. അങ്ങനെയുള്ളപ്പോൾ 10 മാസം തന്നെ വയറ്റി ചുമന്ന അമ്മയെ അവൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? എങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോകാൻ പറ്റും? പക്ഷെ അതുകൊണ്ട് രാധിക അധികം വൈകാതെ തന്നെ ശ്യാമയുടെ അരികിലേക്ക് തിരിച്ചു വരും. ശ്യാമ ഇങ്ങനെ നിരാശപ്പെടരുത്. അന്നേരം ശ്യാമ പറയണേ, ഏട്ടത്തിനെ സമാധാനിപ്പിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം അവൾക്കിതൊരിക്കലും താങ്ങാനാവില്ല. അല്ലെങ്കിൽ തന്നെ അവളുടെ മുമ്പിൽ ഇങ്ങനൊരു വേഷം കിട്ടിയതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം സത്യമല്ലേ? അതിനു മുമ്പിൽ എനിക്കൊരു ഉത്തരവില്ലാതെ തലയും താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ല ഏട്ടത്തി. അവളെ കണ്ടെത്തിയ ആ നിമിഷം തന്നെ അവളെ ചേർത്ത് പിടിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു അവസ്ഥ എനിക്കുണ്ടാക്കുമായിരുന്നില്ല അല്ലേ ഏട്ടത്തി? ഇതിപ്പോൾ അവൾക്ക് മുമ്പിൽ ഒരു നാടകക്കാരിയായ അമ്മ മാത്രമേ പോയില്ലേ ഞാൻ? അവൾക്ക് മുമ്പിൽ അവളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയായി മാറിയില്ലേ ഞാൻ? അവളിനി എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും ദൈവങ്ങൾ എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പാടാനായിട്ടല്ല, എന്നും കരയാനായിട്ടാ. കണ്ണീര് തോരാത്ത ഒരു ദിവസം പോലും ഇല്ല എനിക്ക്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അന്നേരം അമൃത പറയണേ, ദേശാമേ ഒന്ന് നിർത്തുന്നുണ്ടോ? നീ ഇങ്ങ് വന്നേ, കുറേ നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങി. ആദ്യം വന്ന് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അത് കഴിഞ്ഞ് കുറച്ച് നേരം സമാധാനത്തോടെ കിടക്ക്. ഈ സമയം ശ്യാമ പറയണേ, വേണ്ട ഏട്ടത്തി, എനിക്ക് ഭക്ഷണവും മരുന്നും ഒന്നും വേണ്ട. അതൊന്നും കഴിക്കാതെ നാളെ രാവിലെ മരിച്ചു പോകുവാണെങ്കിൽ പൊക്കോട്ടെ. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ഏട്ടത്തി ചെന്ന് കിടന്നുറങ്ങിക്കോ. ഞാനെന്താണെങ്കിലും അഖിൽ സാറിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇരിക്കാൻ പോകുക. റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ മുറിയൊക്കെ അടച്ച് ഇരുട്ടത്തിരിക്കുമ്പോഴുണ്ടല്ലോ മനസ്സ് കൈവിട്ടു പോകും. അതിനും നല്ലത് സാറിൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് തന്നെയാണ്. എടുത്ത് അങ്ങനെ പറഞ്ഞ് അമൃതേനെ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. രാധികയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓർത്ത് ശ്യാമയെക്കുറിച്ചുള്ള ഓരോ സംഭവങ്ങളും ഫിദ മാഡത്തിൻ്റെ രൂപത്തിൽ ഇത്ര നാൾ തന്നെ സ്നേഹിച്ചതും പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വരുണരികിലേക്ക് വരുന്നത്. അങ്ങനെ വരുണിനെ കാണുന്നതും വരുണിനെ കെട്ടിപ്പിടിച്ച് രാധിക പൊട്ടിക്കരയുക. വരുൺ, ഞാനിന്ന് എൻ്റെ അമ്മയെ കണ്ടു. അമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എന്നെ പറ്റിക്കുവാണെന്ന് തോന്നിപ്പോയി. അന്നേരം എൻ്റെ ദേഷ്യത്തിന് ഞാൻ വായി വന്നതൊക്കെ പറഞ്ഞു. അമ്മ നിഷേധിച്ചിട്ടാണ് ഞാൻ പോകുന്നതും. പക്ഷേ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഓർത്തപ്പോൾ എല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്ന് തോന്നി. എത്രയൊക്കെ പറഞ്ഞാലും ശ്യാമ മാഡം പറഞ്ഞ കഥ ഞാനും കേട്ടതല്ലേ. എൻ്റെ അമ്മയുടെ സാഹചര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതല്ലേ. എന്നിട്ടും ഞാനൊരിക്കലും എൻ്റെ അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, എൻ്റെ ജീവന് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ എൻ്റെ മുമ്പിൽ അങ്ങനെയൊരു നാടകം കളിച്ചത്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അല്ല വരുൺ? ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ വരുണിനെയും കൂട്ടിക്കൊണ്ട് രാധിക നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലുക. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് സന്തോഷത്തോടെ പറയണേ, ഭഗവാനെ, ഇത്ര നാൾ ഞാൻ ഒരു അനാഥയായി പോയല്ലോ, എനിക്കൊരു അമ്മയില്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അതിനെല്ലാം ഉത്തരം കിട്ടിയിരിക്കുക. എനിക്കൊരമ്മയുണ്ട്. ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗായിക ശ്യാമയാണ് എൻ്റെ അമ്മ. ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കണം, അമ്മയെ ചേർത്ത് പിടിക്കണം. ഇത്രയും നാളും അമ്മയിൽ നിന്ന് കിട്ടാതെ പോയ വാത്സല്യവും സ്നേഹവും എല്ലാം അനുഭവിക്കണം. അങ്ങനെ രാധികയുടെ ഈ സംസാരവും പ്രാർത്ഥനയെല്ലാം കേട്ടിട്ട് വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാ. അന്നേരം വരോട് ചോദിക്കണേ, എടുത്ത് കാണുന്നതിനോട് ഇങ്ങനെ വീണ്ടും കരയുന്നത്? എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞില്ലേ? അമ്മയെ അംഗീകരിക്കാനും തീരുമാനിച്ചില്ലേ? പിന്നെന്തു പറ്റി? ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടും തന്നിൽ നിന്ന് ഞാനിതെല്ലാം മറച്ചു വെച്ചതിനുള്ള ദേഷ്യമുണ്ടോ തനിക്ക് എന്നോട്? ഒരിക്കലും ഇല്ല വരുൺ ആഗ്രഹിച്ചെന്താ? ഞാനൊരിക്കലും ഈ കാര്യങ്ങൾ അറിഞ്ഞ് സങ്കടപ്പെടരുതെന്നല്ലേ? എൻ്റെ അമ്മയെ ഞാൻ വെറുക്കരുതെന്നല്ലേ? എനിക്കെൻ്റെ വരുണിനെ മനസ്സിലാവും. അമ്മയോട് ഞാൻ സത്യം പറഞ്ഞ ദേഷ്യത്തിൽ നിയന്ത്രണം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക. എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പം തന്നെ കണ്ടാൽ കൊള്ളാൻ തോന്നുക. അതേക്കുന്നതും വരുൺ പറയണേ, അതിനെന്താ കുഴപ്പം? നമുക്ക് ഇപ്പം തന്നെ അമ്മയുടെ അരികിലേക്ക് പോകാം. അത് വേണ്ട, എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കെൻ്റെ അമ്മയെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ അമ്മയിൽ നിന്ന് മനസ്സറിഞ്ഞ് വിളിക്കണം. അതിനുള്ള അവസരം വരുൺ ഒരുക്കി തരുമോ? അതിനെന്താ, തൻ്റെ ആഗ്രഹമല്ലേ, അത് നടത്തി തരാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അമ്മയും മോളും കൃഷ്ണ ഭഗവാന്റെ കടുത്ത ഭക്തരല്ലേ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഒത്തുചേരല് ഭഗവാന്റെ സന്നിധി തന്നെ ആവട്ടെ, അത് തന്നെയായിരിക്കും നല്ലത്. സത്യം പറയല്ലോ വരുൺ, ഇപ്പം എൻ്റെ മനസ്സിൽ എത്ര സന്തോഷമുണ്ടെന്നറിയോ? എങ്ങനെയെങ്കിലും നാളെ ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. എനിക്കെൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകാൻ തിടുക്കോയി. ഇനി എനിക്ക് ജീവിക്കണം. എൻ്റെ അമ്മയുടെ പൊന്നു മോളായിട്ട് എനിക്ക് ജീവിക്കണം. അമ്മയുടെ ഒപ്പം കുസൃതി കാണിച്ചും സ്നേഹം പങ്കുവച്ചും അമ്മയുടെ പൊന്നു മോളായിട്ട് എനിക്ക് മാറണം വരുൺ. അതിനുവേണ്ടിയാണ് ഞാൻ നാളെയാകാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് സന്തോഷം കൊണ്ട് നിൽക്കുവാണ് രാധിക.
പിന്നീട് കാണിക്കുന്നത് ഷാമേനെ കാണാൻ അവിടെ എത്തുന്ന വക്കീലിനെയാണ്. അങ്ങനെ അമൃത വക്കീലിനെ വിളിച്ചിരുത്തുവാണ്. എന്നിട്ട് ഷാമേനെ വിളിക്കുക. അതെ, ഷാമ വിളിച്ചു എന്ന് പറഞ്ഞ വക്കീൽ വന്നിട്ടുണ്ട്. ആണോ ഏട്ടത്തി? ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ് ഷാമയും വക്കീലിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം വക്കീൽ ഷാമ പറഞ്ഞത് പ്രകാരം വിൽപ്പത്രമൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത്. ഇതാ മാഡം വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മാഡം വായിച്ചു നോക്കിക്കോളൂ. അങ്ങനെ അതൊക്കെ ഷാമ വായിച്ചു നോക്കുക. അതൊക്കെ വായിച്ചു നോക്കി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഷാമ അതിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ വക്കീല്, ഇനി ഇതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? ഒരു പ്രൊസീജിയറും ഇല്ല. എല്ലാം ഞാൻ മാഡത്തിന് വേണ്ടിയായത് കാരണം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മാഡം തന്നെ കയ്യിൽ വെച്ചോളൂ. എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷനോ മറ്റോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഷാമേ, എന്താ ഇതൊക്കെ എന്ന് അമൃത ചോദിക്കുക. അന്നേരം ഷാമ പറയണേ, ഒന്നുമില്ലെടുത്തി, എൻ്റെ പേരിലുള്ള സകല സ്വത്തുവകകളും പിന്നെ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന പ്രോപ്പർട്ടികളും മറ്റും മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം എൻ്റെ മോളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതൊക്കെ നല്ലത് തന്നെയാണ്. അതെന്തിനാ ഈ രാത്രിയിൽ തന്നെ ചെയ്യുന്നത്? അത് പിന്നെ ഏട്ടത്തി, ഇപ്പോഴാണ് ഇതിന് പറ്റിയ സമയമെന്ന് തോന്നി, അതുകൊണ്ടാണ്. വക്കീല്, ഒത്തിരി നന്ദിയുണ്ട്. ഈ രാത്രിയിൽ ഞാൻ ബുദ്ധിമുട്ടിച്ചതാണെന്നറിയാം, എന്നാലും എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നില്ലേ? ഷാമ മാഡത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. എന്നാൽ ശരി മാഡം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ വക്കീൽ അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം ഷാമ ഒരു വിൽപ്പത്രം ഉണ്ടല്ലോ, അത് അമൃതയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ഏട്ടത്തി ഇത് പിടിച്ചോ. ഏട്ടത്തിയുടെ കൈ തന്നെ ഇത് സൂക്ഷിച്ചാൽ മതി. സമയം സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോൾ ഇത് രാധികയുടെ കയ്യിൽ ഏട്ടത്തി തന്നെ ഏൽപ്പിക്കണം. അന്നേരം അമൃത ചോദിക്കണേ, ഇതെന്തിനാ ഞാൻ സൂക്ഷിക്കുന്നത്? ഷാമ തന്നെ സൂക്ഷിച്ചാൽ മതി. അധികം വൈകാതെ തന്നെ ഷാമയുടെ കൈകൊണ്ട് തന്നെ ഇത് രാധികയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏട്ടത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ഒരു കുറവും വന്നിട്ടില്ലല്ലേ? എന്നാൽ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്നൊരു ഉറപ്പില്ല. അതാ ഞാനിത് ഏട്ടത്തിയോട് സൂക്ഷിക്കാൻ പറഞ്ഞത്. ഇത് ഏട്ടത്തി തന്നെ എൻ്റെ മോൾക്ക് കൊടുത്താൽ മതി. അതിനുള്ള ഭാഗ്യം ഏട്ടത്തിക്ക് തന്നെയാണുള്ളത്. അങ്ങനെ പറഞ്ഞതെന്ന് ശ്യാമ അവിടെ നിന്നും പോകുവാൻ കേട്ടോ. ഈ സമയം ശ്യാമയുടെ സംസാരവും രീതികളൊക്കെ കാണുമ്പോൾ അമൃതയ്ക്ക് എന്തോ വല്ലാത്തൊരു ഭയവും ടെൻഷനും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് സാരിയൊക്കെ ചുറ്റി അവിടെ തുളസിത്തറേൻ്റെ മുമ്പിൽ അടുപ്പ് കത്തിച്ച് അതിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം വരുണും റെഡിയായിട്ട് കാറിന് അങ്ങോട്ടേക്ക് നടക്കുമായിരിക്കും. അന്നേരം ഒരിക്കും രാധിക പുറത്ത് നിന്ന് അടുപ്പിൽ പായസം ഉണ്ടാക്കുന്നത് വരുൺ കാണുന്നത്. അത് കണ്ട് ചിരിച്ച് രാധികയുടെ അരികിലേക്ക് വരുവാം. എടോ, താനെന്തായി കാണിക്കുന്നേ? ഞാനേ പാൽപ്പായസം വെക്കുമായിരുന്നു. പൂജാമുറിയിൽ ഇതിരുന്ന് ഇരിക്കാൻ വെക്കണം. അതിനുശേഷം അമ്മയെ കണ്ട് എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവർക്കും ഈ പായസം കൊടുക്കണം. അതൊക്കെ നല്ലതാ. അല്ല, താനെന്തിനാ അത് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നേ? അത് പറഞ്ഞു. അത് പിന്നെ മുത്തശ്ശി പറഞ്ഞു, തുളസിത്തറയുടെ മുന്നിൽ നിന്നുണ്ടാക്കിയാലേ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റേതായ ഒരു പവിത്രത കൂടി കിട്ടുമെന്ന്. എല്ലാവരും നമ്മൾ ചെല്ലുന്ന കാര്യം അമ്മേനെ വിളിച്ചറിയിക്കട്ടെ. ഞാനേ തന്നെ കൂടി ഇപ്പോൾ പോകാൻ പോകുന്നത് തന്നെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് ശ്യാമ മേഡത്തിനെ അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് അമ്മയും മോളും കൂടി ഭഗവാന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒത്തുചേരണം. ആ കാഴ്ച കാണുമ്പോൾ എനിക്ക് മനസ്സ് നിറയും. വരുൺ പറഞ്ഞത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യാം. ഇത്രയും നാളും ഭഗവാന് മുമ്പിൽ ഞാനും അമ്മയും ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ഭഗവാന് തന്നെ തോന്നിക്കാണും ഇനി നിങ്ങളെ രണ്ടാളെയും എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഒന്നിപ്പിക്കാമെന്ന്. ഞങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ കൃഷ്ണൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നറിയോ? രണ്ടുപേരും ഞാൻ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി രണ്ടുപേരും ആവശ്യമില്ലാത്ത പ്രാർത്ഥനകളുമായിട്ട് എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ട് വരരുത് എന്നായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക ഒത്തിരി സന്തോഷത്തോടെ നിൽക്കണം കേട്ടോ. വരുണും രാധികയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സ് നിറയുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഒരു ചെറിയ ബോക്സുമായിട്ട് എവിടെയോ പോകാനായിട്ട് റെഡിയായിട്ട് ഒരുങ്ങി അഖിലിൻ്റെ ഫോട്ടോയുടെ അരികിലേക്ക് എത്തുവാണ്. അഖിൽ സാർ, എന്നെക്കൊണ്ട് ചെയ്തു തീർക്കാനുള്ള എല്ലാ കടമകളും ഞാൻ ചെയ്തു തീർത്തു കഴിഞ്ഞു. എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ മോളുടെ പേരിലേക്കാക്കി. അതിൽ എൻ്റെ കൂടെ നിന്ന അമൃതേട്ടത്തിക്കും അതുപോലെ ആരതിക്കും ഒക്കെ കൊടുക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുപ്പി എൻ്റെ അഖിൽ സാർ എന്നെ വിട്ടു പോയപ്പോൾ മുതൽ ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നതാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മോളുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അവളുടെ അമ്മയാണ് ഞാനെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മോള് എന്നെ അംഗീകരിച്ചില്ല. അതിലെനിക്ക് പരാതി വിഷമമൊന്നുമില്ല. അവളുടെ മുമ്പിൽ അവളെ പറ്റിച്ച ഒരമ്മ മാത്രമായിരുന്നു ഞാൻ. അങ്ങനെയുള്ളപ്പോൾ അവളെന്നോട് ഈ കാണിക്കുന്ന ദേഷ്യത്തിലും വാശിയിലൊക്കെ അർത്ഥമുണ്ട്. ഇത്രയും നാൾ തന്നെ പറ്റിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരമ്മയെ അവളിന് വേണ്ടാന്ന് വെച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ സാർ? പക്ഷേ എനിക്കത് സഹിക്കാനാവുന്നില്ല. ഇത്രയും നാളുള്ള എൻ്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ അവളായിരുന്നില്ലേ? അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയ എല്ലാ കടമകളും ഞാൻ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അഖിൽ സാറിൻ്റെ അരികിലേക്ക് വരുവാണ്. അഖിൽ സാറിനെ എന്നും എനിക്കിനി കണ്ടുകൊണ്ടിരിക്കണം. സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ നേരെ ചെല്ലാൻ പോകുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. അവിടെ വെച്ച് അവസാനമായിട്ട് എനിക്ക് പാടണം ഈ ശ്യാമ ജീവിതത്തിൽ അവസാനമായിട്ട് പാടുന്ന 4 വരി. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ഞാൻ എൻ്റെ അഖിൽ സാറിൻ്റെ അരികിലേക്ക് എത്തും.
അങ്ങനെ പറഞ്ഞ് അഖിലിൻ്റെ ഫോട്ടോയിൽ ഉമ്മ വെക്കുവാണ് കേട്ടോ ശ്യാമ. അങ്ങനെ ശ്യാമ അവിടെ നിന്നും ഹോളിലേക്ക് എത്തുവാണ്. ഈ സമയത്തായിരിക്കും അമൃതം അങ്ങോട്ടേക്ക് വരുന്നത്. ഏട്ടത്തി ഇതോടെ പോയതായിരുന്നു. ഞാനേ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അവിടെ വരെ പോയതാ. അല്ല ശ്യാമ ഇത് എങ്ങോട്ടാ റെഡിയായിട്ട്? എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ? എനിക്കൊരു യാത്ര ഉണ്ട് ഏട്ടത്തി. അങ്ങനെയാണെങ്കിൽ ഞാനും കുളിച്ച് വേഗം റെഡിയായിട്ട് വരാം. ഏട്ടത്തി വരണ്ട, ഈ യാത്ര ഞാൻ തനിച്ചാണ് പോകുന്നത്. പറ്റില്ല, ശ്യാമനെ ഞാൻ തനിച്ച് ഒരിടത്തേക്കും വിടില്ല. ഏട്ടത്തി എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഏട്ടത്തി ഇവിടെ ഉണ്ടാകണം. പിന്നെ ഏട്ടത്തി ഇങ്ങ് വന്നേ. അങ്ങനെ പറഞ്ഞ് അമൃതേനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. എന്നിട്ട് അവിടെ അലമാരയിലിരുന്ന ഒരു ആഭരണപ്പെട്ടി എടുത്ത് അമൃതയുടെ കൈ കൊടുക്കുക. ഇത് ഏട്ടത്തിക്കുള്ളതാ. പിന്നെ ഇത് മോൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാ. ഇത് രാധികയ്ക്ക് ഏട്ടത്തി തന്നെ കൊടുക്കണം. പിന്നെ ഏട്ടത്തി ഇന്നലെ തന്ന ആധാരം വിൽപത്രം അത് ഏട്ടത്തി വായിച്ചു നോക്കിയായിരുന്നോ? രാധികയ്ക്ക് മാത്രമല്ല ഞാൻ എൻ്റെ സമ്പാദ്യം എഴുതി വെച്ചിരിക്കുന്നത്. അതിലൊരു പങ്ക് ഏട്ടത്തിക്കുമുണ്ട്. അത് ഏട്ടത്തി എൻ്റെ കൂടെ ഇത്ര നാൾ നിന്നതിൻ്റെ കൂലിയായിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ എല്ലാ സങ്കടങ്ങളും താങ്ങായിട്ട് ഏട്ടത്തി നിന്നിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഏട്ടത്തിയുടെ പിന്തുണയും സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ തകർന്നു പോയേനെ. ഇതെല്ലാം കേൾക്കുമ്പോൾ അമൃതക്കങ്ങ് ദേഷ്യം വരുവാ. ശ്യാമേ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാ കടമകളും ചെയ്ത് തീർത്തിട്ട് നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഏട്ടത്തി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതൊക്കെ എനിക്കിപ്പോൾ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ ചെയ്തത്. ശ്യാമ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി എഴുതി വെച്ചതും എനിക്ക് തന്ന സമ്മാനങ്ങളെയൊക്കെ കുറിച്ച്. പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ശ്യാമയുടെ കൂടെ നിന്നത്. ശ്യാമയുടെ കൂടെ ഞാൻ ഓരോ ദിവസം നിൽക്കുമ്പോഴും അതിൻ്റെ മനസ്സിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെന്നറിയോ? ഞാൻ പ്രാർത്ഥിച്ചത് ഒരേ കാര്യത്തിനാണ്. എൻ്റെ ശ്യാമയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സങ്കടം ഉണ്ടാകില്ലേ എന്ന്. ശ്യാമ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ആ ഒരു പ്രാർത്ഥന മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ശ്യാമേ എപ്പോഴും നീ എൻ്റെ കൂടെ വേണം. എൻ്റെ സ്വന്തം കൂടെ പുറപ്പായി നീ എൻ്റെ കൂടെ വേണം ശ്യാമേ. അങ്ങനെ അമൃതയുടെ വാക്കുകളൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ശ്യാമേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്